ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ഇടപ്പള്ളിയിൽ പോയൊരു ദിവസം കണ്ട് വന്നാലോ? രാവിലെ ഞാൻ പതിവ് പോലെ എണ്ണീറ്റു. വീട്ടിലെ തിരക്കുകളും ജോലികളും ഒക്കെ തീർത്തു. മന്ദം മന്ദമുള്ള ഈ നടത്തം കണ്ടോ? ചൂടൊട്ടും സഹിക്കാൻ വയ്യ. എന്തൊരു കാലാവസ്ഥയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കുറേ മനോഹരമായ കാഴ്ചകൾ കണ്ടായിരുന്നു നടത്തം. എങ്ങനെയൊക്കെയോ ബസ്സിലെ ഇടിയും തള്ളും കൊണ്ട് ഇടപ്പള്ളി എത്തി. ഇടപ്പള്ളിയിൽ എത്തിയത് വേറൊന്നിനുമല്ല, ഇന്ന് എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇടപ്പള്ളിയിൽ എത്തിയത്. എന്തായാലും ബാങ്കിൽ പോയ കാര്യങ്ങളൊക്കെ എന്തായാലും നടന്നു. അൽഹംദുലില്ലാ. കുറേയൊന്നും അവിടെ നിൽക്കേണ്ട വന്നില്ല. പിന്നെ നമ്മൾ ആഹാരം കഴിക്കാതായിരുന്നു ഇറങ്ങിയത്. പോരാത്തതിന് ചൂടും. ഇടപ്പള്ളിയിലെ 49 രൂപ ഷോപ്പുണ്ട്, 2 ഷോപ്പുണ്ട്. അതിൽ ബാക്കിലോട്ടുള്ള ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത്. ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളിയാണ്. പിന്നീട് ദാഹം സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ ഒരു കുപ്പി വെള്ളം മേടിക്കാനായിട്ട് ബേക്കറിയിലും കയറി. അതിനുശേഷം നടന്ന് നീങ്ങിയപ്പോഴാണ് നമ്മുടെ ലുലു മാൾ തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് കണ്ട്. വരുന്ന വഴിക്ക് എനിക്ക് ചെറിയൊരു സമ്മാനം കിട്ടി. പിന്നീട് ബുക്ക് സ്റ്റോളിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. പിന്നെ വീട്ടിൽ വന്നപ്പോഴേ ആ പൊതി എന്താണെന്നറിയാനുള്ള തിടുക്കം വളരെ കൂടുതലായിരുന്നു. നോക്കിയപ്പോഴെന്താണ് കുറേ ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് സെറ്റുകൾ. എൻ്റെ വീട്ടിൽ ഇപ്പോൾ കുറഞ്ഞു വരുന്നൊരു സാധനമാണ്. വേറൊന്നും കൊണ്ടല്ല, ഇടയ്ക്കിടയ്ക്ക് തറയിൽ വീണ് പൊട്ടാറുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമായി. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇതുപോലത്തെ ഗിഫ്റ്റൊക്കെ കിട്ടിയില്ലേ. പിന്നീട് ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം പറയണ്ടല്ലോ. വീട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തെ ചെടിയൊക്കെ ഉണങ്ങി ഒരു പരുവമായി നിൽക്കുന്നു. ഞാൻ കുറച്ചതിന് വെള്ളമൊക്കെ നൽകി. പിന്നെ നിങ്ങൾ എത്ര പേര് വീട്ടിൽ വന്നിട്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഫോണൊക്കെ മാറ്റി വെച്ച് വീട്ടിലുള്ളവരോടൊക്കെ കൂടിയിരുന്ന് സംസാരിക്കാറുണ്ട്? ഞാൻ സംസാരിക്കാറുണ്ട്. നല്ല കാര്യം കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഫോൺ നോക്കിയിരിക്കുന്നതാണ് കൂടുതൽ കാണാറ്. അപ്പോൾ ഇനിയും ഈ കഥകളും യാത്രകളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും